ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എൻ്റെ PSC പഠിക്കാവുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിട്ട്, എനിക്കിപ്പോൾ ഫസ്റ്റാണോ സെക്കൻഡാണോ എന്ന് ഓർക്കുന്നില്ല, ഒരു വീഡിയോയിൽ റിവേഴ്സ് ഓഫ് കേരളയെ പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നതിൽ പമ്പ വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണ്ടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊത്തം എത്ര റിവേഴ്സാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്? 44 എണ്ണമാണ്. ഇതിൽ വെസ്റ്റ് ഫ്ലോയിങ് എത്ര എണ്ണമാണ്? 41 എണ്ണം. ഈസ്റ്റ് ഫ്ലോയിങ് 3 എണ്ണം. അതേതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇനി ദ നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോ മോർ ദാൻ 100 കിലോമീറ്റേഴ്സ് ഇൻ കേരള. കേരളത്തിലൂടെ 100 കിലോമീറ്ററിന് മുകളിൽ ഒഴുകുന്ന നദി ഏതൊക്കെയാണ്? എത്ര എണ്ണമാണ്? 11 എണ്ണമാണ്. ഇനി ഒട്ടുമിക്ക കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട് ആണ്. ഓക്കെ, ഇനി കേരളത്തിൻ്റെ നദികൾ, ഏറ്റവും കൂടുതൽ നദികൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയാണ്. ഓക്കെ, മൊത്തം 44 നദികൾ, 41 എണ്ണം വെസ്റ്റിലോട്ട്, 3 എണ്ണം ഈസ്റ്റിലോട്ട്. മെയിൻ സോഴ്സ് ഓഫ് ദ റിവേഴ്സ് ഓഫ് കേരള വെസ്റ്റേൺ ഗട്ടാണ്. ആൻഡ് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് മോസ്റ്റ് നമ്പർ ഓഫ് റിവേഴ്സ് ഫ്ലോ കാസർഗോഡാണ്. ഓക്കെ, ഫസ്റ്റ് വൺ പെരിയാറാണ്. പെരിയാർ എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് ശിവഗിരി ഹിൽസിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജലം ഉള്ള നദി, ജലം വഹിക്കുന്ന നദിയാണ്. പിന്നെന്താണ്? അപ്പം ഏറ്റവും വലിയ നദി, അപ്പം ഏറ്റവും കൂടുതൽ ജലം വഹിക്കുമല്ലോ. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് 244 കിലോമീറ്ററാണ്. ചോദിച്ചിട്ടുണ്ട്, 244 കിലോമീറ്ററാണ്. ഇതിൻ്റെ പ്രാചീന നാമം ചൂർണി എന്നാണ്. ഇതിനെ മുരാച്ചി എന്ന പേരിൽ അറിയപ്പെടും. സംഘം ലിറ്ററേച്ചറിൽ ഇതിനെ മുരാച്ചി എന്ന പേരിൽ അറിയപ്പെടും. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിളിച്ചത് പെരിയാറിനെയാണ്. ലൈഫ് ലൈൻ ഓഫ് കേരള, കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിൻ്റെ മറ്റു പേരുകൾ ആലുവ പുഴ, അത് എറണാകുളം ജില്ലക്കാർ ആലുവ പുഴ എന്ന് പറയും. കാലടിപ്പുഴ. ഓക്കെ, പിന്നെന്താണ്? പെരിയാറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്, അതായത് കൈവരികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, മുല്ലയാറ്, കട്ടപ്പനയാറ്, പെരുന്തുറയാറ്, ചെറുതോണിയാർ. ഓക്കെ, മുതിരപ്പുഴ, മുല്ലയാർ, കട്ടപ്പനയാർ, പെരുന്തുറയാർ, ചെറുതോണിയാർ. ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി ആൻഡ് എറണാകുളം. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കിയും എറണാകുളവും. പിന്നെ ഈ പെരിയാറും മുല്ലയാറും തമ്മിൽ ചേരുന്ന, അത് സംഗമിക്കുന്ന പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ കെട്ടിയിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. ഓക്കെ, ഇനി മുതിരപ്പുഴയിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അതാണ് ചെങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പെരിയാറിൻ്റെ കൈവരിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാറിലാണ്. പിന്നെ നമ്മുടെ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ പെരിയാറിൻ്റെ തീരത്താണ്. ഓക്കെ, മാട്ടുപ്പെട്ടി ഡാം കെട്ടിയിരിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ഇനി പെരിയാർ ചെന്ന് ചേരുന്നത് എവിടെയാണ്? അറേബ്യൻ സീയിലാണ്. ഇത്രേ ഉള്ളൂ പെരിയാറിനെ പറ്റി പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് ശിവഗിരി ഹിൽസിൽ നിന്നാണ്. ഡ്രെയിൻ ചെയ്ത് എത്തിച്ചേരുന്നത് എവിടെയാണ്? അറേബ്യൻ സീയിലേക്കാണ്. നീളം 244 ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ആരാണ്? പെരിയാറാണ്. ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂർണ്ണ എന്ന പേര് ശങ്കരാചാര്യർ കൊടുത്തത് പെരിയാറിനാണ്. സംഘം ലിറ്ററേച്ചറിൽ മുരാച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? പെരിയാറാണ്. പിന്നെ കൈവരികളാണ്. പിന്നെ ഒഴുകിപ്പോകുന്ന ജില്ലകൾ ഇടുക്കി ആൻഡ് എറണാകുളമാണ്. മാട്ടുപ്പെട്ടി ഡാം ഇതിന് ക്രോസ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. മലയാറ്റൂർ പള്ളി ഇതിൻ്റെ തീരത്താണ്. ക്രിസ്ത്യൻ പിലിഗ്രിം സെൻ്ററാണ് കേട്ടോ മലയാറ്റൂർ. പിന്നെ മുല്ലയാറിനും പെരിയാറിൻ്റെയും മീറ്റിംഗ് പ്ലേസിൽ കെട്ടിയിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. ചെങ്കുളം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. ഞാൻ എൻ്റെ ആ കഴിഞ്ഞ വീഡിയോ, അതായത് റിവേഴ്സ് ഓഫ് കേരള എന്ന വീഡിയോയിൽ ഞാൻ ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയും കൂടെ പോയി കണ്ടിട്ട് അതിനും കൂടെ റെഫറൻസ് എടുക്കണേ. പമ്പ വരെയാണ് തോന്നി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ട്രിബ്യൂട്ടറീസിനെ പറ്റിയുള്ള കോഡ്, പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള കോഡ്സ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ, ആ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു? ആനമലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ലെങ്ത് 209 പെരിയാറിന് 244, ഭാരതപ്പുഴയ്ക്ക് 209. ഓക്കെ, ഇത് രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. ഭാരതപ്പുഴ ഏതൊക്കെ ജില്ലയിലൂടെ പോകുന്നു? തൃശ്ശൂർ, മലപ്പുറം ആൻഡ് പാലക്കാട്. തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. പെരിയാറോ? ഇടുക്കി ആൻഡ് എറണാകുളം. ഇനി ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കൈവരികൾ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ.
ഇതാണ് ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ്. ഓക്കെ. ബ്രഹ്മപുത്രയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ, ശോകനാശിനി പുഴ. ഭാരതപ്പുഴയെ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ ഗംഗ എന്നും അറിയപ്പെടുന്നു. ആരെ? ഭാരതപ്പുഴയെ. പിന്നെ പ്രശസ്തമായിട്ടുള്ള മാമാങ്കം നടക്കുന്നത് എവിടെയാണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴ ഒഴുകി ചെന്ന് ചേരുന്നത് എവിടെയാണ്? അറേബ്യൻ സീയിലാണ്. അതായത് പൊന്നാനിയിലാണ്. അതാണ് പൊന്നാനിപ്പുഴ എന്ന് നമ്മൾ പറയും. അറേബ്യൻ സീയിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത്. ആനമലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഓക്കെ. കണ്ണാടിപ്പുഴ ആൻഡ് ഭാരതപ്പുഴ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പരാലി എന്ന് പറയും. പരാലി. കണ്ണാടിപ്പുഴ ആൻഡ് ഭാരതപ്പുഴ മീറ്റ് അറ്റ് പരാലി. രണ്ടും കൂടെ ചേരുന്ന സംഗമസ്ഥലം പരാലി. ഓക്കെ. പുഴയും ഭാരതപ്പുഴയും മീറ്റ് ചെയ്യുന്ന സ്ഥലം മയ്യന്നൂർ. കണ്ണാടിപ്പുഴയും ഭാരതപ്പുഴയും മീറ്റ് ചെയ്യുന്നത് പരാലിയിൽ. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും മീറ്റ് ചെയ്യുന്നത് മയ്യന്നൂരിൽ. ഓക്കെ. ഏറ്റവും വലിയ ഡാമായിട്ടുള്ള മലമ്പുഴ ഡാം എവിടെയാണ്? ഭാരതപ്പുഴയിലാണ് മലമ്പുഴ ഡാം ഉള്ളത്. ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് പെരിയാറിലും ഏറ്റവും വലിയ ഡാമായിട്ടുള്ള മലമ്പുഴ ഡാമുള്ളത് ഭാരതപ്പുഴയിലുമാണ്. ഓക്കെ. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിളിച്ചത് ആരാണ്? എഴുത്തച്ഛൻ. പൂർണ്ണ എന്ന് ശങ്കരാചാര്യർ വിളിച്ചത് പെരിയാറിനെ ആണെങ്കിൽ ഭാരതപ്പുഴയെ എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്ന് വിളിച്ചു. പിന്നെ ഫിഷിംഗ് പോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ദ മൗത്ത് ഓഫ് ഭാരതപ്പുഴ. അതായത് ഫിഷിംഗ് പോർട്ട് എവിടെയാണ്? ഭാരതപ്പുഴയുടെ ഫിഷിംഗ് പോർട്ട് ഏരിയ എവിടെയാണ്? പൊന്നാനിയാണ്. ഓക്കെ, സെറ്റായല്ലോ. ഇനി അടുത്ത പമ്പയാണ്. അതായത് മൂന്നാമത്തെ ലോങ്ങസ്റ്റ് റിവറാണ്. പമ്പ ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പുളിച്ചിമലയിൽ നിന്നാണ് കേട്ടോ. 176 കിലോമീറ്ററാണ്. ഇതിൻ്റെ പമ്പയുടെ പഴയ നാമം എന്താണ്? ബാരിസ് എന്നാണ്. ബാരിസ്. പമ്പ നമ്മളെ ദക്ഷിണ ഭഗീരഥി എന്ന് പറയും. പമ്പയെ പറയുന്ന മറ്റൊരു പേര് ദക്ഷിണ ഭഗീരഥി എന്നാണ്. വേമ്പനാട്ട് കായലിലേക്കാണ് ഇത് ചെന്ന് ചേരുന്നത്. പുളിച്ചിമലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വേമ്പനാട്ട് കായലിലേക്ക് ചെല്ലും. ട്രാവൻകൂറിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയും. കേരളത്തിൻ്റെ ലൈഫ് ലൈൻ പെരിയാറാണ്. ട്രാവൻകൂറിൻ്റെ ലൈഫ് ലൈൻ പമ്പയാണ്. ഓക്കെ. പമ്പയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? കല്ലാർ, കക്കി, അഴുത, അച്ചൻകോവിൽ, മണിമലയാർ. കല്ലാറ്, കക്കി, അഴുത, അച്ചൻകോവിലാറ്, മണിമലയാർ. ഇതൊക്കെയാണ് കല്ലാർ, കക്കി, അഴുത, അച്ചൻകോവിലാർ, മണിമലയാർ. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ, ഇതൊക്കെ പമ്പയുടെ തീരത്താണ്. മലയാറ്റൂർ പള്ളിയുള്ളത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്താണ്. നേരെ മറിച്ച് മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ ഇതൊക്കെ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. അതുപോലെ നമ്മൾ വേറെ എന്തോ ഒന്ന് ഡിസ്കസ് ചെയ്തല്ലോ, മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഓക്കെ. മാരാമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. പമ്പയുടെ ദാനം കുട്ടനാടാണ്. ഗിഫ്റ്റ് ഓഫ് പമ്പ കുട്ടനാടാണ്. ശബരിഗിരി പ്രോജക്റ്റ് ഉള്ളത് എവിടെയാണ്? പമ്പയിലാണ്. മലമ്പുഴ ഡാമുള്ളത് ഭാരതപ്പുഴയിലാണ്. ശബരിഗിരി പ്രോജക്റ്റ് ഉള്ളത് പമ്പയിലാണ്. ഹോളി റിവർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് പമ്പയാണ്. പെരുന്തേനരുവി വാട്ടർഫോൾ ഉള്ളത് പമ്പയിലാണ്. പെരുന്തേനരുവി വാട്ടർഫോൾ ഉള്ളത് എവിടെയാണ്? പമ്പയിൽ ആണ്. ഓക്കെ. ഭാരതപ്പുഴ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആനമലയിൽ നിന്നാണ്. പമ്പ ഒറിജിനേറ്റ് ചെയ്യുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. ഭാരതപ്പുഴ ചെന്ന് ചേരുന്നത് എവിടേക്കാണ്? അറേബ്യൻ സീയിലേക്കാണ്. അത് പൊന്നാനിയുടെ അടുത്താണ്. പിന്നെ പമ്പ വന്ന് ചേർന്നത് വേമ്പനാട്ട് ലേക്കിലേക്കാണ്. ഓക്കെ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്. പെരിയാറ്, ഇടുക്കി, എറണാകുളം. പമ്പ ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന് പറയുന്നത് പെരിയാറാണല്ലേ. ലൈഫ് ലൈൻ ഓഫ് പെരിയാർ ഏതാണ്? ലൈഫ് ലൈൻ ഓഫ് കേരള ഏതാണ്? പെരിയാറാണ്. ബട്ട് ലൈഫ് ലൈൻ ഓഫ് ട്രാവൻകൂർ ഏതാണ്? പമ്പയാണ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് ചാലിയാർ. ഓക്കെ. അല്ല, നമ്മളെ ശബരിമല, എടത്വ ചർച്ചൊക്കെ പമ്പയുടെ തീരത്താണെന്ന് പറഞ്ഞല്ലോ. ആറന്മുള, ഉത്രട്ടാതി വള്ളംകളി പമ്പയുടെ തീരത്താണ്. പിന്നെ പമ്പ ക്ലീൻ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്ലാനാണ് പമ്പ ആക്ഷൻ പ്ലാൻ. ഓക്കെ. അടുത്ത നാലാമത്തെ ലോങ്ങസ്റ്റ് റിവറാണ് ചാലിയാർ. ഏറ്റവും മലിനീകരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള നദിയാണ് ചാലിയാർ. ഇത് നിലമ്പൂർ തേക്ക് ഫോറസ്റ്റിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഏത് പറയും? ചാലിയാറാണ്. നിലമ്പൂർ തേക്ക് ഫോറസ്റ്റിലൂടെ ഒഴുകുന്നത് ചാലിയാറാണ്.
ഇലമ്പലേരി കുന്നിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇലമ്പലേരി കുന്നിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. 169 കിലോമീറ്ററാണ് നീളം. 169 കിലോമീറ്ററാണ് നീളം. ഇലമ്പലേരി കുന്നിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. പിന്നെ അറേബ്യൻ സീയിലേക്ക് ചെന്നെത്തിപ്പെടുന്നു. ബേപ്പൂർ പുഴ, കല്ലായി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. ബേപ്പൂർ പുഴ, കല്ലായി പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. പിന്നെന്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൈൽ ഫാക്ടറി ഫെറോക്ക് എന്ന് പറയുന്ന ടൈൽ ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്യുന്ന ടൗണ് ഈ ചാലിയാറിൻ്റെ തീരത്താണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും മലിനീകരണം കൂടുതലെന്ന് പറയുമ്പോൾ ഫാക്ടറിയൊക്കെ അടുത്തുള്ള അല്ലെങ്കിൽ മലിനീകരണം കൂടുതലെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഏത് റിവറാണ്? ചാലിയാറാണ്. നിലമ്പൂർ ടേക്ക് ഫോറസ്റ്റിലൂടെ പോകുന്നതും ചാലിയാറാണ്. നെക്സ്റ്റ് വൺ ഈസ് ചാലക്കുടി പുഴ. അഞ്ചാമത്തെ ലോങ്ങസ്റ്റ് റിവറാണ്. 145.5 കിലോമീറ്ററാണ്. 145.5 കിലോമീറ്ററാണ്. ആനമലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ ലേക്കിലേക്ക് ചെന്നെത്തിപ്പെടുന്നു. ആനമലയിൽ നിന്നും കൊടുങ്ങല്ലൂർ ലേക്കിലേക്കാണ് ഒഴുകുന്നത്. ആനമലയിൽ നിന്നും കൊടുങ്ങല്ലൂർ ലേക്കിലേക്ക് ഒഴുകുന്നു ചാലക്കുടി പുഴ. ദ വാട്ടർഫോൾ ലൈക്ക് അതിരപ്പള്ളി, വാഴച്ചാൽ ആൻഡ് പെരിങ്ങൽകുത്ത് ചാലക്കുടി പുഴയിലാണ്. പെരുന്തേനരുവി വാട്ടർഫോൾ എവിടെയാണ്? പമ്പയിലാണെങ്കിൽ അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ഓക്കെ, ഇനി സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുന്തിപ്പുഴ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് മലിനീകരണമുള്ളതും കുന്തിപ്പുഴയാണ് കേട്ടോ. ഇനി സൈലൻറ്റ് വാലിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതോ തൂതപ്പുഴയാണ്. ഒഴുകുന്നത് കുന്തിപ്പുഴയാണെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്. ഓക്കെ, ഏറ്റവും ചെറിയ റിവർ ഏതാണ്? മഞ്ചേശ്വരം റിവറാണ്. നോർത്തേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നതും മഞ്ചേശ്വരമാണ്. നോർത്തേൺ മോസ്റ്റ് റിവർ. ഓക്കെ, സദേൺ മോസ്റ്റ് ഏതാണ്? നെയ്യാറാണ്. കുറ്റിയാടി റിവർ എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് യെല്ലോ റിവർ നമ്മൾ അറിയപ്പെടും. കുറ്റിയാടി റിവറിനെ നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടും. ഏതാണ്? മഞ്ഞപ്പുഴ, യെല്ലോ റിവർ. കുറുവ ഐലൻഡ് ഉള്ളത് കബനി നദിയിലാണ്. കുറുവ ഐലൻഡ് കാണപ്പെടുന്നത് കബനി നദിയിലാണ്. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്നറിയുന്നത് മയ്യഴി പുഴയാണ്. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ മയ്യഴി പുഴയാണ്. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ നദികളും ചെന്ന് എത്തിച്ചേരുന്നത് അറേബ്യൻ സീയിലേക്കാണ്. ഓക്കെ, ദ റിവർ വിച്ച് ഫ്ലോസ് അറൗണ്ട് ദ ഡിസ്ട്രിക്ട് ഓഫ് കാസർഗോഡ് ഇൻ യു ഷേപ്പ്, അതായത് യു ഷേപ്പിൽ, കാസർഗോഡ് ജില്ലയുടെ യു ഷേപ്പിൽ ഒഴുകുന്ന നദി എന്നത് ചന്ദ്രഗിരി പുഴയാണ്. ചന്ദ്രഗിരി പുഴ യു ഷേപ്പിൽ ഒഴുകുന്നത്. ദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ അട്ടപ്പാടി, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ഏതാണ്? ശിരുവാണിയാണ്. ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണിയാണ്. ദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡിസ്ട്രിക്ട് ഇൻ കേരള, മൂവാറ്റുപുഴയാറാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഇടങ്ങളിലൂടെയും ഒഴുകുന്ന നദി മൂവാറ്റുപുഴയാറാണ്. പഴശ്ശി ഡാം ഉള്ളത് വളപ്പട്ടണം. വളപ്പട്ടണം. പഴശ്ശി ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത് വളപ്പട്ടണം റിവറിലാണ്. പഴശ്ശി ഡാം എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? വളപ്പട്ടണം. സോ ഇതൊരു എന്താ പറയുക, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന നദി തൂതപ്പുഴയാണ്. ഏറ്റവും കുറവ് മലിനീകരണമുള്ളത് കുന്തിപ്പുഴയിലാണ്. ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള റിവർ ഏതാണ്? പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളത് മഞ്ചേശ്വരമാണ്. സദേൺ മോസ്റ്റ് എന്ന് പറയുമ്പോഴോ നെയ്യാറാണ്. പിന്നെ കുറ്റിയാടി റിവറിന് പറയുന്ന മറ്റൊരു പേര് യെല്ലോ റിവർ എന്നാണ്. പിന്നെ മറ്റെന്തായിരുന്നു, കുറുവ ഐലൻഡ് കാണുന്നത് കബനിയിലാണ്. കബനി നദിയിലാണ്. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മയ്യഴിയാണ് കേട്ടോ. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ. പിന്നെ കാസർഗോഡ് ജില്ലയുടെ യു ഷേപ്പിൽ ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് ജില്ലയിലൂടെ യു ഷേപ്പിൽ ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ്. അട്ടപ്പാടിയിലൂടെ പോകുന്നതോ ശിരുവാണിപ്പുഴയാണ്. അട്ടപ്പാടിയിലൂടെ പോകുന്നത് ശിരുവാണിപ്പുഴയാണ്. ശിരുവാണി, അട്ടപ്പാടി. ഇംഗ്ലീഷ് ചാനൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മയ്യഴിയാണ്. അടുത്ത കേരളത്തിൻ്റെ ഒട്ടുമിക്ക ജില്ലയിലൂടെയും ഒഴുകിപ്പോകുന്നത് ഏതാണ്? മൂവാറ്റുപുഴയാറാണ്. പഴശ്ശി ഡാം ഉള്ളത് എവിടെയാണ്? വളപ്പട്ടണത്തിലാണ്. പഴശ്ശി ഡാം, വളപ്പട്ടണം. പഴശ്ശി ഡാം എന്തുവഴിയാണ് പോകുന്നത്? വളപ്പട്ടണം. അപ്പോൾ പെരിയാറിൻ്റെ നീളം 244 ശിവഗിരി ഹിൽസിൽ നിന്നും ഉത്ഭവിച്ച് അറേബ്യൻ സീയിലേക്ക് പോകുന്നു. ഭാരതപ്പുഴയ്ക്ക് 209 കിലോമീറ്ററാണ്. അത് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറേബ്യൻ സീയിലേക്ക് പോകുന്നു. പമ്പയ്ക്ക് 176, പുളിച്ചിമലയിൽ നിന്ന് വേമ്പനാട്ട് ലേക്കിലേക്ക് പോകുന്നു.
ചാലിയാറ് 169 ഇളമ്പലേരി കുന്നിൽ നിന്ന് അറേബ്യൻ സീയിലേക്ക് പോകുന്നു. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ ആണ് ആനമലയിൽ നിന്നും കൊടുങ്ങല്ലൂർ ലേക്കിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പം അത്രയും എല്ലാവർക്കും സെറ്റായല്ലോ അല്ലേ? അപ്പോൾ ഇനി ഞാൻ വീണ്ടും പുറകോട്ട് റിവൈസ് ചെയ്യണ്ടല്ലോ. അടുത്ത റിവർ കബനിയാണ്. ഇത് ലോങ്സ്റ്റ് റിവർ എമംഗ് ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ. അതായത് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി കബനിയാണ്. 57 കിലോമീറ്റർ ആണ് കേട്ടോ. തൊണ്ടമുടി എന്ന് പറയുന്ന, അതായത് വയനാട് ജില്ലയിലെ തൊണ്ടമുടിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ തൊണ്ടമുടിയിൽ നിന്ന്. കുറുവ ഐലൻഡ് കബനിയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ കുറുവ ഐലൻഡ് എവിടെയാണ്? കബനിയിലാണ്. അതായത് കേരളത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കേട്ടോ. കേരള ആണ് ഒറിജിനൽ, അങ്ങനെ നോക്കിയാൽ മതി. കേരളത്തിൽ ഉത്ഭവിച്ചത്, കേരളത്തിൽ തുടങ്ങി കർണാടകയിലേക്ക് ചെല്ലുന്നു. ഓക്കെ, കബനിയുടെ ട്രിബ്യൂട്ടറീസ് പനമാരം പുഴ, മാനന്തവാടി പുഴ. പനമാരം, മാനന്തവാടി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള നാഷണൽ പാർക്ക് നാഗർഹോള നാഷണൽ പാർക്കാണേ. നാഗർഹോള നാഷണൽ പാർക്ക്. കുറുവ ഐലൻഡ് ഓർത്താൽ മതി. പിന്നെ തൊണ്ടമുടിയിൽ നിന്ന്, വയനാട്ടിലെ തൊണ്ടമുടിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഓർത്താൽ മതി. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്നത് കബനിയാണ്. പിന്നെ പനമാരം പുഴയും മാനന്തവാടി പുഴയും നാഗർഹോള നാഷണൽ പാർക്ക് ഇവിടെയാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഭവാനി. നീലഗിരി കുന്നുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഭവാനി 38 കിലോമീറ്റർ ആണ്. ഭവാനി ദ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി വിച്ച് ഫ്ലോസ് ത്രൂ ദ പാലക്കാട്. അതായത് കാവേരി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി, പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ കൈവരിയാണ് ഭവാനി. കാവേരിയിലേക്കാണ് ഒഴുകി ചെല്ലുന്നത് കേട്ടോ. ശിരുവാണിയാണ് ഇതിൻ്റെ ഒരു ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. പ്ലേസ് വെയർ ഭവാനി റിവർ എൻറ്റേഴ്സ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലേക്ക് ഇത് എത്തിച്ചേരുന്നു. എവിടെയാണ്? കൽക്കണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. കൽക്കണ്ടിയൂർ തമിഴ്നാട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്, കൽക്കണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. നെക്സ്റ്റ് വൺ ഈസ് പാമ്പ. ഇതും കാവേരിയുടെ ഒരു കൈവരിയാണ്. ആനമുടിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. 25 കിലോമീറ്റർ ആണ്. മറയൂർ സാൻഡൽ ഫോറസ്റ്റ് ആൻഡ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പാമ്പാറാണ് കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം ഉള്ളത് പാമ്പാറിലാണ്. തൂവാനം. അപ്പോൾ കബനിയെ പറ്റി നമുക്ക് ഇത്രേ പറയാനുള്ളൂ അല്ലേ? ഈസ്റ്റിലേക്ക് ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയത് 57 കിലോമീറ്റർ ആണ്. തൊണ്ടമുടി വയനാട് ജില്ലയിൽ നിന്ന് കുറുവ ഐലൻഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്നു. നാഗർഹോള നാഷണൽ പാർക്ക് അവിടെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഭവാനിയും പാമ്പാറും. താങ്ക് യു.